നമ്മളെ അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല. ശരിക്കും എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്? ശരിക്കും യുവാക്കൾ അവരുടെ സ്പേസിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. പിന്നെ കൊടി പിടിക്കാനും സിന്താവ് വിളിക്കാനും മാത്രമാണ് ചെറുപ്പക്കാരെ കിട്ടാത്തത്. യഥാർത്ഥത്തിൽ പഴയകാല തലമുറയേക്കാൾ ഏറ്റവും ബെറ്ററായി രാഷ്ട്രീയം പറയുന്നത് പുതിയ തലമുറയല്ലേ. ജെൻഡർ ഇക്വാലിറ്റി അതാ നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സാധനം. അതാണ് ജെൻഡർ ഇക്വാലിറ്റി. ഏറ്റവും കൃത്യമായി രാഷ്ട്രീയം പറയുന്നത് പുതിയ തലമുറയാണ്. പക്ഷെ പഴയ തലമുറ ആണും പെണ്ണും ഒരുമിച്ചിരിക്കരുത്, ഒരുമിച്ച് നടക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു തലമുറയാണ് പഴയ തലമുറ. ഈ കാലഘട്ടത്തിൽ പക്ഷെ വളരെ കൃത്യമായി പരിസ്ഥിതിയെക്കുറിച്ചും ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്നതിനെ കുറിച്ചും ഒക്കെ ചെറുപ്പക്കാർ വളരെ കൃത്യമായി അവരുടെ സ്പേസിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. പക്ഷെ അത് ഇപ്പം നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞില്ലേ, എന്നാലും അത് അവർ കൃത്യമായി മറുപടി പറയുമ്പോഴും അതേ സ്പേസിൽ അതിന്റെ ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് വശത്തെക്കുറിച്ചും ഇവർ സംസാരിക്കാറ്. എല്ലാം പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ അങ്ങനെ സംസാരിക്കാൻ പോലും അവർ തയ്യാറാകുന്നുണ്ട്. അതെ അതെ. പക്ഷെ പഴയ കാലഘട്ടത്തിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തെ കാണാൻ പോലും അറപ്പുളവാക്കുന്ന ഒരു തലമുറയായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത്, ജീവിച്ചിരുന്നതും ഒക്കെ. പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് നന്നായി സംസാരിക്കുന്നുണ്ട്. അവർ അവരുടേതായ സ്പേസിൽ നന്നായി രാഷ്ട്രീയം പറയുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് യുവാക്കൾ വരാത്തതിന്റെ പ്രധാന കാരണമാണ് നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്തായിരിക്കും? അതായത് ഇപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്, അവരുടെ സ്പേസിൽ അവർ രാഷ്ട്രീയം പറയുന്നുണ്ട്. പക്ഷേ കൊടി പിടിക്കാനും സിന്താബ വിളിക്കാനും പിക്കറ്റിങ്ങിനും വരാത്തത്? അതെ. അതായത് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ അവരുടെ ആശയങ്ങൾ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ സമര രീതികൾ, ആശയങ്ങൾ ഒക്കെ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോഴും ഒരു പഴയ തലമുറയാണ് രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ചെറുപ്പക്കാർക്ക് അവരൊരു സ്പേസ് കൊടുക്കുന്നില്ല. പിന്നെ നെപ്പോട്ടിസം വളരെ വലുതായി എല്ലാ രാഷ്ട്രീയത്തിലും അത് പിടിമുറുക്കി. മക്കൾ രാഷ്ട്രീയം വളരെ വ്യാപകമായി നമ്മുടെ എല്ലാ രാഷ്ട്രീയത്തിലും, അപ്പൊ ഇടതുപക്ഷത്തിലായാലും കോൺഗ്രസിലായാലും BJP-യിലായാലും എല്ലാത്തിനകത്തും അത് വളരെ ഭീകരമായി പിടിമുറുക്കിയിരിക്കുകയാണ്. അപ്പം അത് കാരണം പുതുതായി ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനകത്ത് വളരെ വലിയ അസംതൃപ്തിയുണ്ട്. അത് മാത്രമല്ല, അഴിമതി. യുവാക്കൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു സാധനം അഴിമതിയാണ്. അതായത് രാഷ്ട്രീയക്കാർ അഴിമതിയാണ്, രാഷ്ട്രീയം അഴിമതിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അഴിമതി നടക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതായത് പുതിയ ഒരാൾ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു വീട്ടില് മൊബൈലിനകത്ത് ഗെയിമും കളിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കിടക്കുകയാണ്. ഒരു കള്ളൻ വന്ന് ആ വീട്ടിൽ വന്ന് അലമാര തുറന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. പയ്യൻ അനങ്ങുന്നില്ല. നേരെ മറിച്ച് ഈ പയ്യൻ പ്രതികരിച്ചാൽ ആ മോഷണം അവിടെ നടക്കത്തില്ല. അതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. അപ്പൊ ചെറുപ്പക്കാർ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ ഈ അഴിമതി നടക്കത്തില്ല. അല്ല, അത് ഈ രാഷ്ട്രീയത്തിന്റെ ഈ ഹയർ അതോറിറ്റി ഉണ്ടല്ലോ, അതായത് ഈ പഴയ തലമുറ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുവന്നു, ഇവര് ബേസിക്കലി ഇവരെ സപ്പോർട്ട് ചെയ്യാത്തതാണോ അതിന്റെ ഒരു? ഈ പഴയ തലമുറ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരും ഇതുപോലെ ഫൈറ്റ് ചെയ്തല്ലേ ആ രാഷ്ട്രീയത്തിൽ നിന്നിട്ടുള്ളത്. പക്ഷെ അന്ന് കാലഘട്ടം വ്യത്യാസമായിരുന്നല്ലോ. പക്ഷെ അന്നും ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ ചെറുപ്പക്കാരായിരുന്നു ഇന്നത്തെ ആൾക്കാർ. അവര് അതിന് മുന്നിട്ടുള്ള തലമുറയെ ഫൈറ്റ് ചെയ്തിട്ടാണ് അവർ ആ സ്പേസ് ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറ തയ്യാറാകുന്നില്ല. റിസ്ക് എടുക്കാൻ എനിക്ക് തോന്നി എന്താണെന്നറിയോ, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള, അതായത് ഇങ്ങനെ പിക്കറ്റിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അന്ന് ആ നേതാക്കന്മാർ ഫേസ് ചെയ്ത കേസിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു നിയമം കുറച്ചുകൂടി ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ട്. സ്ട്രോങ് മാത്രമല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം കുറച്ചും കൂടെ, അതായത് 4 വശം ക്യാമറ അല്ലേ, ആ സ്പേസിൽ നിന്ന് വേണം രാഷ്ട്രീയം നടത്താൻ. അതുകൊണ്ട് ഒരു കാരണവശാലും അഴിമതി എന്ന് പറയുന്ന സാധനം നടത്താനേ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയത്തില്. പഴയ രാഷ്ട്രീയത്തിൽ ഈ മറ്റ് ക്യാമറകൾ, മാധ്യമങ്ങള്, സോഷ്യൽ മീഡിയ ഒന്നുമില്ല, ഡിജിറ്റൽ എവിഡൻസ് ഒന്നുമില്ല. എന്ത് നടന്നെന്ന് പറഞ്ഞാലും അവരാണ് തീരുമാനിക്കുന്നത് അവിടെ എന്ത് നടക്കണമെന്നുള്ളതൊക്കെ. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്ന് ഞാനടക്കം എന്ത് ചെറിയ തെറ്റ് ചെയ്താലും അത് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി വരികയാണ്. അത് അപ്പം ഈ കാലഘട്ടത്തിലാണ് ശരിക്കും രാഷ്ട്രീയം നടത്താൻ നമ്മൾ ഏറ്റവും കൂടുതൽ പാടുപെടുന്നത് എന്നുള്ളത്. രാഷ്ട്രീയം നടത്തുക എന്നുള്ളത് അഴിമതി നടത്തുക എന്നുള്ളതല്ല. അതിനെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും. എൻ്റെ അടുത്ത്, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൂടായോ. ഇന്നേ വരെ ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന് ഈ നിമിഷം വരെ എൻ്റെ അടുത്ത് ഒരാൾ രാഷ്ട്രീയത്തിൽ നന്നായി നിൽക്കണം, അഴിമതി കാണിക്കരുത്, നന്നായി മുന്നോട്ട് പോകണം ഒരാളും പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാൾ പറഞ്ഞു. നമ്മൾ ഈ കൈമാറി വന്ന ഒരു രീതിയായിരിക്കാം. അതെ. യഥാർത്ഥത്തിൽ പുതിയ ആൾക്കാർ, അതായത് പുതിയ ചെറുപ്പക്കാർ വരുമ്പോൾ പറയണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോണം കേട്ടോ, രാഷ്ട്രീയത്തിൽ ഇന്ന് ഭരണം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോണം കേട്ടോ. ഇത് ശരിക്കും ഒരു അഴിമതി
അഴിമതിക്കാരനെ രൂപപ്പെടുത്തിയെടുക്കുകയല്ലേ യഥാർത്ഥം. അതെ, തീർച്ചയായിട്ടും. അപ്പം രാഷ്ട്രീയത്തിൽ വരുന്നത് നല്ല ഉദ്ദേശത്തോടുകൂടി പൊതുപ്രവർത്തനം. ഇപ്പൊ രാഷ്ട്രീയം എല്ലാ മേഖലയിലും നടത്താം. നമുക്ക് രാഷ്ട്രീയ പാർട്ടി മാത്രം വന്നാലല്ല രാഷ്ട്രീയം നടത്താൻ പറ്റും. ഇപ്പൊ ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു 10 രോഗികളെ ഫ്രീ ആയിട്ട് ചികിത്സിച്ചാൽ അതൊരു രാഷ്ട്രീയമല്ലേ അദ്ദേഹം, നല്ലൊരു രാഷ്ട്രീയം. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ നമ്മുടെ സോഷ്യൽ മീഡിയ സത്യത്തിൽ യുവാക്കളിൽ രാഷ്ട്രീയത്തിലേക്ക് മുമ്പിലേക്കാണോ അതോ പിമ്പിലേക്കാണോ നിൽക്കുന്നത്? അത് ഒരു പരിധി വരെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയ നമ്മുടെ രാഷ്ട്രീയത്തിൽ നന്നായി ഇടപെടുന്നുണ്ട്. ചെറുപ്പക്കാര് ഇപ്പൊ ഫേസ്ബുക്കിൽ നമ്മൾ പറയാം 90 വസന്തങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. ന്യൂ ജനറേഷൻ ആരും ഉപയോഗിക്കുന്നില്ല, അവരെല്ലാം ഇൻസ്റ്റയാണ്. അതെ, അവരെല്ലാം ഇൻസ്റ്റയിൽ. പക്ഷെ ഇൻസ്റ്റയിൽ നിന്ന് അവരിപ്പം സ്നാപ്ചാറ്റ് അടക്കമുള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഈ 90കൾ നേരെ ഇൻസ്റ്റയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ പോകുന്നത്. പക്ഷെ സത്യമാണ്, ഈ സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്. അത് വളരെ ചെറുപ്പക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു കാര്യം വരുമ്പോൾ ഈ ചെറുപ്പക്കാർ എന്തായാലും സപ്പോർട്ട് ചെയ്യാതിരിക്കത്തില്ലല്ലോ. അത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് ആശയം മാറ്റാൻ, കാലഘട്ടത്തിനനുസരിച്ച് പ്രചരണം മാറ്റാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല. അതായത് ഇന്നത്തെ സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇപ്പോഴും ശരിക്കും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പം അതനുസരിച്ച് യൂസ് ചെയ്യുക ഈ ചെറുപ്പക്കാർ അത്തരത്തിലുള്ള. പിന്നെ ഈ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു അവബോധം ഇവർക്ക് കൊടുക്കണമല്ലോ. പണ്ട് സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു, കോളേജുകളിൽ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇടപെടൽ കാരണം പല കോളേജുകളും സ്കൂളുകളിലും എലക്ഷൻ എന്ന സമ്പ്രദായം നിർത്തലാക്കി. അതോടുകൂടി അവരങ്ങനെ അത്രയും ഒരു ഇടപെടാൻ ഉണ്ടായ ഒരു റീസൺ അല്ല, അതെന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാർ രാഷ്ട്രീയം തെരഞ്ഞെടുത്താൽ അവരുടെ കമ്പനികളിൽ സമരങ്ങളും മറ്റേതും മറിച്ച് അവരുടെ പ്രോസസ്സ് നടക്കത്തില്ല. അത് കാരണമാണ് ഇത് കൃത്യമായി അവർ ഇടപെട്ട് തുടങ്ങിയത്. ആ ഇടപെടലിന്റെ ഭാഗമാണ് ഈ പലയിടത്തും രാഷ്ട്രീയം ഇല്ലാതായത്. ഇപ്പം ഇത് രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ ഒപ്പം ചേർന്നതോടുകൂടി രാഷ്ട്രീയത്തിലേക്ക് ചെറുപ്പക്കാർ വരാതായി. പണ്ട് നമ്മൾ സ്കൂളിൽ നമ്മുടെ രാഷ്ട്രീയം തുടങ്ങും, മനസ്സിലായില്ലേ? സ്കൂൾ ഇലക്ഷനുകളിൽ മത്സരിച്ച് സ്കൂളുകളിൽ കൊടി പിടിച്ച് അങ്ങനെയാണ് രാഷ്ട്രീയം. ഇന്ന് സ്കൂളുകളിൽ രാഷ്ട്രീയമില്ല. കോളേജുകളിലേക്ക് പോകുമ്പോൾ പല കോളേജുകളും, ഗവൺമെന്റ് കോളേജ് ഒഴികെ ബാക്കി ഒരു കോളേജുകളിലും രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. അപ്പം സ്കൂൾ കോളേജിലെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ രാഷ്ട്രീയത്തിൽ നിന്നും പാടെ അകറ്റിയത് എന്നുള്ളതാണ് പ്രധാന കാരണം. അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പം ഇപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടിക്കാർക്കും അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു മെസ്സേജ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ. ഇപ്പം ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഇവരുടെ ഫോണിലേക്ക് വരും. അപ്പം റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ എന്തെങ്കിലും തരത്തില് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ ഈ യുവതലമുറയ്ക്ക്? തീർച്ചയായിട്ടും. അതായത് തെറ്റും ശരിയും നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രകടമാണല്ലോ. അതായത് ഇപ്പം അതായത് ഇപ്പോഴത്തെ കാലത്ത് ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ വന്നതോടുകൂടി ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പുതിയ ജനറേഷനിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ഇത് തെറ്റേതാണ് ശരി ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഗ്രോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഇതിന്റെ യഥാർത്ഥ വശം നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനൊന്നും ചെറുപ്പക്കാർ തയ്യാറാകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട സാധനം അപ്പാടെ വിഴുങ്ങുന്ന ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ ഭൂരിഭാഗം ഏകദേശം 90% തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വന്ന വാർത്ത ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാനോ നമ്മുടെ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല ചെറുപ്പക്കാരും രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു തെറ്റായ ധാരണ അവരുടെ ഇടയിൽ കൊണ്ട് നടക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അവരത് തിരുത്തണം. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ തന്നെ രാഷ്ട്രീയമല്ലേ. നമ്മൾ ഓരോരുത്തരും നമ്മളിപ്പം ഒരു ചെറിയ പെട്ടിക്കടക്കാരന് പോലും രാഷ്ട്രീയം ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെട്ടില്ല എങ്കിൽ രാഷ്ട്രീയം നമ്മളിൽ ഇടപെടും. അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടും. നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റത്തില്ല, നമുക്ക് എഴുതാൻ പറ്റില്ല. മനസ്സിലായി? ഗൗരി ലങ്കേഷിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ എഴുത്തുകാർ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വതന്ത്രമായി എഴുതിക്കൊണ്ടിരുന്ന എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? രാഷ്ട്രീയം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതുകൊണ്ടാണ്. അപ്പം അത് നമ്മൾ ഇടപെടാൻ തയ്യാറായില്ലെങ്കിൽ ഒരു വിഭാഗം, ഏകദേശം നല്ലൊരു വിഭാഗം
ഭൂരിഭാഗം ചെറുപ്പക്കാർ വോട്ട് ചെയ്യാതെ മാറിയിരിക്കുകയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ല, അത് വോട്ട് ചെയ്യാതെ മാറിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഇലക്ഷനിൽ പല ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവര് ഈ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ്. ശരിക്കും അവർക്ക് ഇവിടെ മടുത്തു, സിസ്റ്റം മടുത്തു, ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളെ മടുത്തു. കാര്യം PSC ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പേരുണ്ടായിരുന്നു, ഓക്കെ പേരുണ്ടായിരുന്നു, അത് ആ പേരും പറഞ്ഞ് കല്യാണമായി, കല്യാണ നിശ്ചയം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ വിളിക്കും, പിന്നെ വിളിക്കും, നാളെ വിളിക്കും, മറ്റന്നാൾ വിളിക്കും എന്ന് പറഞ്ഞിരുന്ന് ലാസ്റ്റ് ലിസ്റ്റ് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പൊ അയാളെ വിളിക്കും, ഞാൻ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്? കാര്യം PSC ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, ആ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണോ അത് ആരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന്റെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടികൾ ഏതൊക്കെയാണോ എല്ലാവരും പോയി സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. പക്ഷെ ഒരു പക്ക റിസൾട്ട് അയാളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അയാളെ പോലുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. രാജ്യത്ത് ഏകദേശം 80 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇനി അത് വർദ്ധിക്കത്തേ ഉള്ളൂ. കാരണം പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതിൽ വളരെ അസംതൃപ്തരാണ് ചെറുപ്പക്കാർ. എൻ്റെ അഭിപ്രായത്തിൽ പുതിയ കാല രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാരുടെ സബ്ജക്റ്റ് സംസാരിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവില്ല. അപ്ഡേഷൻ അവർക്ക് ഹീറോ ആയി കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ നേതാവില്ല. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്, നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല, രാഹുൽ ഗാന്ധി അത്തരം രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. ചെറുപ്പക്കാരുടെ രാഷ്ട്രീയം, അവരുടെ തൊഴിലവസരത്തെക്കുറിച്ച്, അവരുടെ ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാർക്ക് അദ്ദേഹത്തോടുള്ള ഒരു അട്രാക്ഷൻ തോന്നാനുള്ള കാരണം അത്തരം ചെറുപ്പക്കാരുടെ ഇഷ്യൂ സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരുടെ ഇഷ്യൂ സംസാരിക്കുന്ന എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്? വളരെ കുറവാണ്. അതുകൊണ്ടൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പം PSC വിഷയം, അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം ഏറ്റെടുക്കാൻ ഇവിടുത്തെ ഒരു യുവജന സംഘടനകൾക്കോ അല്ലെങ്കിൽ യുവജന പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റ് ആരാ സമരം ചെയ്യുന്നത്? PSC ഹോൾഡർമാരെ അവര് തന്നെ സമരം ചെയ്യുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് അങ്ങനല്ല. പണ്ട് ഇത് ഏറ്റെടുക്കുന്ന ആരാണ്? ഇവിടുത്തെ DYF ഏറ്റെടുക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കും, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ ഏറ്റെടുക്കും. അതൊരു വലിയ പ്രക്ഷോഭമായി കൊണ്ടു നടക്കും. അത് കാരണം അത്തരം സംഘടനകൾക്ക് യുവാക്കൾ കുത്തൊഴുക്കായിരുന്നു. അവർ നമുക്ക് വേണ്ടി സംസാരിച്ചു എന്ന ഒറ്റ കാരണത്തിൽ. പക്ഷെ ഇന്ന് ഈ യുവജന സംഘടനകൾ പലരും, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ യുവജന സംഘടനകൾ പലരും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. കുട്ടികളുടെ അതായത് ചെറുപ്പക്കാരുടെ ഇഷ്യൂ സംസാരിക്കുന്നില്ല, അവരുടെ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല, അവർക്ക് വേണ്ടത് എന്താണെന്ന് സംസാരിക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാരകമായ മയക്കുമരുന്ന്. പിന്നെന്തിനാണ് യുവജന സംഘടന? അതാണ് ചോദിക്കേണ്ടത്. യുവജന സംഘടന എന്തിനാണ്? ഇപ്പൊ ഞാനിപ്പം ഒരു യുവജന സംഘടന പ്രവർത്തിച്ച് മാറിയിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അടങ്ങുന്ന യുവജന സംഘടനകൾ പോലും ഇവിടുത്തെ എത്ര ശതമാനം ചെറുപ്പക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് വളരെ പച്ചയായ സത്യമാണ്. അതിനെ നമ്മൾക്ക് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം യുവജനങ്ങളാണ് നാളെയുടെ പ്രതീക്ഷ. യുവജനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടത്. അപ്പം ഭാവിയിൽ ഈ യുവാക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ കൂടുതൽ നമ്മുടെ നാട്ടിൽ നിലനിർത്തിക്കൊണ്ട്, ഇപ്പം ഒരു കാര്യം പറഞ്ഞു, അതായത് ഇവിടെ നിൽക്കുന്നില്ല എന്ന്, ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുന്നില്ല എന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാത്തത്? ഇവിടെ തൊഴിലവസരമില്ല, അവർക്ക് ജീവിക്കേണ്ട സാഹചര്യങ്ങളില്ല. ഒരു 500 രൂപ നമ്മുടെ ചെറുപ്പക്കാരുടെ പോക്കറ്റിൽ എടുക്കാനില്ല എന്നുള്ളതാണ്. അപ്പം അതിനെല്ലാം കാരണക്കാരാരാ? നമ്മുടെ ഭരണ സംവിധാനത്തിൽ ചെറുപ്പക്കാരില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യം സംസാരിക്കാം. കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിൽ രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥി, ഞാൻ അങ്ങനെ ഒരു പേര് ഒരു പൊളിറ്റിക്കൽ ലീഡറിനുണ്ടെങ്കിൽ അതെനിക്കറിയില്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എല്ലാം ഒരു 45-നും 60-നും അല്ലെങ്കിൽ 70-നും ഇടയിലുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും ഒരു 60-70% വരുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ അവരൊക്കെ അവരുടെ ഒരു സുവർണ കാലഘട്ടത്തിൽ അവർ നല്ല നേതാക്കന്മാരായിരുന്നു, രാഷ്ട്രീയക്കാരായിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു റിട്ടയർമെന്റ് ലൈഫ് വേണ്ടുന്ന പോലെ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിന് 100% വേണം റിട്ടയർമെന്റ് ലൈഫ് വേണം. ഞാൻ അഭിപ്രായക്കാരനാണ് തീർച്ചയായിട്ടും. കാര്യം അവരുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത് ഒരു പ്രായം കഴിയുമ്പം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അവർക്ക് ചിന്തകൾ മാറും. ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു പ്രോപ്പർ സ്ഥലത്തേക്കാണ് നമ്മൾക്ക് യുവാക്കളെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. കാര്യം ഇപ്പൊ നമ്മൾ നോക്കുമ്പം രാഘവൻ പിള്ള, രാജശേഖരൻ, അങ്ങനെ പല പേരുകളാണ് വരുന്നത്. കാര്യം
അപ്പം പുള്ളിയുടെ നമ്മളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര അദ്ദേഹം 25 കൊല്ലം MLA ആയിട്ടിരുന്ന ആളാണ്. 25 കൊല്ലം എന്ന് പറയുമ്പോൾ 5 കൊല്ലം വെച്ച് 5 ടേൺ MLA ആയിട്ടിരുന്ന ആളാ. മടുത്തില്ലേ? പുതിയ ജനറേഷൻ അവസരം. അവരെങ്ങനെ യുവാക്കളുടെ പ്രശ്നത്തിൽ ഇടപെടാനാ? അവര് പ്രശ്നത്തിൽ ഇടപെടുന്ന എങ്ങനെയാണ്? അത് ഏത് പാർട്ടിയുടെ ആൾക്കാരാണെങ്കിലും അവരിടപെടുന്ന ആരുടെയാണ്? അവരുടെ മക്കളുടെ പ്രശ്നത്തിൽ, അവരുടെ കുടുംബത്തിന്റെ പ്രശ്നത്തിൽ, അല്ലെങ്കിൽ അവർക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രശ്നത്തിൽ. അപ്പൊ ഇതിലൊരു മാറ്റം വേണ്ടേ? തീർച്ചയായിട്ടും വേണ്ടേ. രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് വേണം എന്ന അഭിപ്രായം പണ്ട് തൊട്ടേ ഉള്ള ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അത് നമ്മളിനി ഏത് തരത്തിൽ നിന്നെന്ന് പറഞ്ഞാലും ഞാൻ അടക്കമുള്ളവർ ഒരു പ്രായം കഴിയുമ്പോൾ റിട്ടയർമെന്റ് വാങ്ങിച്ച് വീട്ടിലിരിക്കാൻ പൊതുപ്രവർത്തനത്തിന് സ്ഥാനമാനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ഉപദേശകരായി മാറി നിന്നുകൊണ്ട് ചെറുപ്പക്കാർക്ക്, പുതിയ ആൾക്കാർക്ക്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പഞ്ചായത്ത് ഇലക്ഷൻ, നമ്മുടെ ഡിസംബർ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാർ പല വാർഡുകളിൽ മത്സരിച്ച് ആ വാർഡിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ആ വാർഡിലെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ വാർഡിൽ മത്സരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ പഞ്ചായത്ത് ഇലക്ഷനാകട്ടെ, നിയമസഭാ ഇലക്ഷനാകട്ടെ, ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോൾ മാത്രമേ ആ ചെറുപ്പക്കാരുടെ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കാം. അതെ, അയാൾ അതേ വേവ് ലെങ്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, എനിക്കിപ്പം എൻ്റെ പ്രായത്തിലുള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ള ഒരാള് ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ മാത്രമേ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ല, അതായത് എൻ്റെ പ്രായത്തിലുള്ള ഒരാളുടെ പ്രശ്നം മനസ്സിലാക്കേണ്ടത് എൻ്റെ സെയിം പ്രായത്തിലുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. എൻ്റെ അഭിപ്രായത്തിൽ സംവരണം ഏർപ്പെടുത്തണം ചെറുപ്പക്കാർക്ക്. രാഷ്ട്രീയ പാർട്ടിയിൽ 50% സംവരണമെങ്കിലും ചെറുപ്പക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം 80% ആൾക്കാർ മത്സരിക്കട്ടെ, അത് ജയിച്ചാലും തോറ്റാലും മത്സരിക്കട്ടെ. അത് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ സാഹചര്യം. അല്ല, അത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാര്യം ഇപ്പൊ എല്ലാ പാർട്ടിയിലും ഗ്രൂപ്പിസം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടാണ്. അപ്പം ഇന്നയാള് നിന്നാ മതി, വേറെ ആരും അവിടെ നിൽക്കണ്ട. കാര്യം 5 കൊല്ലം MLA അല്ല, 5 കൊല്ലം 25 കൊല്ലം ആയ ആള് മരിച്ചാലോ അല്ലെങ്കിൽ മാറി നിൽക്കുമ്പോഴോ അദ്ദേഹത്തിന്റെ മകൻ അല്ലെങ്കിൽ മരുമകൻ, മരുമോള്. വടക്കേന്ത്യയിലൊക്കെ ഭീകരാവസ്ഥയാണ് ഇത്. തീർച്ചയായിട്ടും. സാധാരണക്കാരൻ, ഇപ്പൊ ഒരു സാധാരണക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് വടക്കേന്ത്യയിലൊക്കെ. മനസ്സിലായി? മക്കൾ രാഷ്ട്രീയം കാരണം എന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഈ കുടുംബ രാഷ്ട്രീയം കൊണ്ടല്ലേ ഈ യുവാക്കള് അതിനകത്തേക്കുള്ള ഒരു എൻട്രൻസ് ഒന്ന് ഫ്രീസ് ചെയ്ത് നിൽക്കും. പിന്നെ 100% അങ്ങനെ തന്നെയാണ്. അതായത് ഞാനൊരു വടക്കേന്ത്യയില്, നമ്മുടെ കർണാടകയിലെ പഴയ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഞങ്ങൾ അദ്ദേഹമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നമ്മൾ ഈ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഈ സാമ്പത്തിക രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു, വളരെ സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ ഇത്തവണ മത്സരിച്ചിട്ടുണ്ട്, അതായത് എല്ലാം പ്രഗത്ഭരാണ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പത്രത്തിലൊക്കെ കണ്ട വാർത്ത എന്ന് പറയുന്നത് കോടിപതികളാണ് മത്സരിച്ചതെന്നാണ്. കർണാടക ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ കോടിപതികളാണ് അസറ്റ് കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പം ഞാൻ എണീറ്റ് പുള്ളിയെടുത്ത് ചോദിച്ചത്, സർ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധാരണക്കാർക്കല്ലേ പറ്റത്തുള്ളൂ. അപ്പം നിയമസഭാ സംവിധാനത്തിലേക്ക് സാധാരണക്കാർ വരേണ്ട ഒരു സാഹചര്യമില്ലേ? അപ്പം പുള്ളി എണീറ്റ് പറഞ്ഞു, ഞങ്ങൾ 2 സാധാരണക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന ആളുകളാണ് അവർ, ഒരാൾ അധ്യാപകനാണ്, ഒരാൾ ഇന്ന ആളാണെന്ന്. അപ്പം നമുക്കൊരു ഞാൻ ജസ്റ്റ് ചെയ്ത് ഗൂഗിൾ ചെയ്ത് ഈ 2 പേരുടെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ 200 കോടിയാണ് ഇവരുടെ ആസ്തി. അവരാണ് സാധാരണക്കാർ. മനസ്സിലായില്ലേ? അപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു, ബാക്കിയുള്ള സാധാരണക്കാരന്റെ. അപ്പൊ അങ്ങനെയാണ്, ബാക്കിയുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അപ്പൊ വടക്കേന്ത്യൻ രാഷ്ട്രീയം ഒരു പരിധി വരെ നമ്മുടെ കേരളത്തിലേക്ക് പതുക്കെ ചുവടെടുത്ത് വെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങൾ ഇലക്ഷൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ സമരരംഗത്തും അതേപോലെ അടികൊണ്ടും ഇടികൊണ്ടും ജീവിതം തകർന്നും, അത് ഇഷ്ടം പോലെ ചെറുപ്പക്കാർ ജീവിതം പാഴായി നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും അവസരം കൊടുക്കാതെ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ ഇങ്ങനെ അധികാരം കൈമാറി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 70 വർഷമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, 70 വർഷമായി ഇതാണ് ഇവിടെ നടക്കുന്നത്. പുതിയൊരു ഈ പൊളിറ്റിക്സ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു സേവനം എന്നതിലുപരി ഒരു പവർ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണോ ഒരുപക്ഷെ ഇവരാരും ഇത് വിട്ടുകൊടുക്കാതെ തലമുറകളായിട്ട്? ഭയങ്കര പ്രിവിലേജ് അല്ലേ? അതെ, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഫ്രീ ആണ് ഒരു MLA ആയി കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? സാമ്പത്തികം അതുപോലെ തന്നെ പെട്രോളിന് ഇത് ആരെങ്കിലും തള്ളിക്കളയോ? ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന സല്യൂട്ട്. അപ്പം അങ്ങനെ അത്രയും വലിയൊരു പ്രിവിലേജ് കിട്ടുന്ന ഒരാള് എങ്ങനെ അത് മാറ്റി വെക്കും?